ഹലോ ഫ്രണ്ട്സ്, വള്ളുനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ന്യൂ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. പിന്നെ അമ്മയ്ക്ക് വയ്യല്ലോ, അതുകൊണ്ട് നമുക്ക് ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ചയായി നേരെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ട്, ഒരു പൂരത്തിൻ്റെ വീഡിയോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റ് നല്ല ഇരുട്ടാണ് കേട്ടോ. വെളിച്ചൊന്നും വരാൻ തുടങ്ങിയിട്ടില്ല. എഴുന്നേറ്റ് വന്ന് മുഖമൊക്കെ കഴുകി ചെടികൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. അതിരിക്കാൻ ഒട്ടും വയ്യ കേട്ടോ. മകരമാസം എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പൊക്കെ ആണല്ലോ. നമ്മുടെ പാടപ്രദേശമൊക്കെ നല്ല മഞ്ഞും തണുപ്പും കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുത്ത് വിറയ്ക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നീക്കാതെ വയ്യല്ലോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ തീ കത്തിക്കാൻ പോയി കേട്ടോ. തീ അടുപ്പിൽ ചാരൊക്കെ വാരി തീയൊക്കെ കത്തിച്ചു. അങ്ങനെ നമ്മുടെ ആൾക്കാരൊന്നും നീറ്റിട്ടില്ല കേട്ടോ. അമ്മയും പിള്ളേരും ഏട്ടനൊക്കെ നല്ല ഉറക്കമാണ്. നിങ്ങൾ നമ്മുടെ കാശിക്കുട്ടി ഉറങ്ങുന്നത് ശ്രദ്ധിച്ചു? ഉറക്കത്തിൽ തല അങ്ങോട്ട് തിരിച്ച് വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. എപ്പോഴോ ഉറങ്ങി നീറ്റിയപ്പോൾ ആശാന് എന്താ തോന്നിയതെന്ന് അറിയില്ല, അങ്ങോട്ട് തല വെച്ച് കിടക്കുന്നത്. ഇത് മിക്ക ദിവസം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ എടുത്തു നമ്മൾ അടുപ്പത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ തീയൊക്കെ കത്തിച്ചു. നമ്മൾ അടുപ്പത്തേക്ക് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു കേട്ടോ. ഇനി നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് ചൂടാവുമല്ലോ. വെള്ളമൊക്കെ ചൂടാകുമ്പോഴേക്കും നമ്മൾ മുറ്റടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കണം. അപ്പോൾ അത് എന്താ നോക്കി, അവിടെ അപ്പുറത്ത് ആട്ടും കൂടെ ഉണ്ട് കേട്ടോ. തൊട്ട വീട്ടിലത്തെ അമ്മായിയുടെ വീടാണ്. അപ്പോൾ ഇവിടെ ആടുണ്ട്. എന്തോ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ നോക്കിയതാണ് കേട്ടോ. എന്താണാവോ, രാത്രിയല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിലോ പറഞ്ഞ് നോക്കിയതാണ്. അപ്പോൾ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും മുറ്റടിക്കാൻ തുടങ്ങി. അപ്പോൾ മുറ്റടി ഇങ്ങനെ തകൃതിയായി നടന്നു. ഇന്നലെ നൈറ്റ് നമ്മൾക്ക് പാത്രങ്ങളൊന്നും കഴുകാൻ പറ്റിയിട്ട് നല്ല നേരം വൈകിയായിരുന്നു. പിന്നെ തീരെ വൈകായിരുന്നു എനിക്ക്. അപ്പോൾ രാവിലെ പാത്രങ്ങളൊക്കെ കഴുകാമെന്ന് വിചാരിച്ച് കഴുകിയില്ല കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മുറ്റടിക്ക് കഴിഞ്ഞ് നമ്മൾ പിന്നെ അടുത്തത് പാത്രം ഓർമ്മയൊക്കെയാണ് പോയി പാത്രങ്ങളൊക്കെ കഴുകി. നമ്മൾ ആ വട്ടയില നീല വട്ടയിലായിട്ട് നമ്മൾ ഇട്ട് വയ്ക്കുക. തൂക്കി വയ്ക്കാനൊന്നും അധികം സാധനങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ അതിലാണ് ഇട്ട് വയ്ക്കുക. പാത്രമൊക്കെ കഴുകൽ കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ തുടയ്ക്കാനായിട്ടാണ് പോയത്. ഏട്ടൻ നീറ്റായിരുന്നു കേട്ടോ. ഇടയ്ക്കൊന്ന് നീറ്റ് വന്നായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുത്തിരുന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ കുറേ പേര് നമ്മളോട് പറഞ്ഞു, കമൻസിലൊക്കെ പറഞ്ഞ് എന്തിനാണ് ഈ ഉറങ്ങുമ്പോൾ തുടയ്ക്കണത്, അവർക്ക് ബുദ്ധിമുട്ടാണ്, എന്തിനാണ് ലൈറ്റ് ഇടണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമുക്ക് എത്ര സ്ഥലം ഉണ്ടെന്ന്. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് എത്ര സ്ഥലം ഉണ്ടെന്ന്. അപ്പോൾ എനിക്ക് അവിടെ പണികളൊക്കെ ചെയ്യണമെങ്കിൽ ആ ഒരു ലൈറ്റ് ഇട്ടാലല്ലേ എനിക്ക് കണ്ണ് കാണുള്ളൂ. നമ്മുടെ ഗ്യാസ് അവിടെ അല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് പണികളൊക്കെ ചെയ്യണമെങ്കിൽ കണ്ണ് കാണണ്ടേ നമുക്ക്. മുളക് പൊടി ആയാലും മല്ലിപ്പൊടി ആയാലും എന്ത് ഇടണമെങ്കിലും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് അവിടുത്തെ ലൈറ്റ് ഇടുന്നത്. പിന്നെ തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ തുടച്ചിട്ടൊക്കെ വേണ്ട വിളക്കൊക്കെ വെക്കാൻ. അപ്പോൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ കുളിക്കാൻ പോയി കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ വിളക്കൊക്കെ വെച്ച് ഭഗവാന്. അപ്പോൾ ഇന്നത്തെ ഒരു നല്ലൊരു ദിവസം തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ മനസ്സ് നിറയെ നമ്മൾ പ്രാർത്ഥിച്ച് നല്ലൊരു ദിവസം തുടങ്ങുകയാണ്. ചായക്ക് വെള്ളമൊക്കെ വെച്ചിട്ടോ നമ്മൾ വിളക്കൊക്കെ കൊളുത്തിയത്. അപ്പോൾ നമ്മളത് വെച്ച് വരുമ്പോഴേക്കും അത് തിളച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ അമ്മയ്ക്ക് എഴുന്നേറ്റതും ചായ വേണം. അപ്പോൾ നമ്മൾ ആ പൊടിയൊക്കെ ഇട്ടു. ചായയൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ നല്ല നേരം വെളുത്തു കേട്ടോ. വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ പിള്ളേർക്കുള്ള കുളിക്കാനുള്ള വെള്ളം ചൂടാക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അരിയൊക്കെ അടുപ്പത്തിട്ടു. ഞാൻ നേരം വൈകിട്ട് ഓരോന്നും പറയണ്ട. ഏട്ടനായിട്ട് വീഡിയോ എടുക്കുന്നത്. ഏട്ടൻ ആ പകുതിക്ക് ഏട്ടൻ നീറ്റായിരുന്നു. അപ്പോൾ ഏട്ടനാണ് വീഡിയോ എടുക്കുന്നത്. നേരം വൈകിട്ട് ഇനി എന്തൊക്കെ നടക്കും, ചോറാവുമോ, നല്ല നേരം വൈകി. അപ്പം അങ്ങനെ ഓരോ ഏട്ടനോട് ഓരോന്നും ഇങ്ങനെ സംസാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. നമ്മുടെ വീട്ടിലെ മനുഷ്യന്മാരെ പോലെ തന്നെ നമ്മൾ ഈ കോഴിയായാലും നായയായാലും എല്ലാത്തിനും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരും നമ്മളെപ്പോലെ തന്നെ നമ്മുടെ വീട്ടിലത്തെ ഈ അംഗങ്ങളിൽ പെടുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ അവരെല്ലാവരും കാണിക്കുക. അപ്പോൾ എന്നത്തെയും പോലെ അമ്മ കോഴീനൊക്കെ വിട്ടോ തീറ്റയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരും കുറേ പേര് നമ്മൾ കമൻറ്റിൽ കോഴീന് കൊടുക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കൊടുക്കാനുള്ള കോഴിയൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം നമ്മുടെ വീട്ടിലേക്കുള്ള നമ്മൾ തന്നെ കൊല്ലാറില്ല. നമ്മുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, വളർത്താനൊക്കെ ഇഷ്ടമാണ്, കൊല്ലാൻ ഇഷ്ടമില്ല. അപ്പം നമ്മുടെ വീട്ടിൽ പുതിയ അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് പരുന്തുള്ള ശല്യം ഭയങ്കരമാണ് ഇവിടെ. പാടൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പരുന്തോണ്ട് കേട്ടോ. ഇന്നലെ തന്നെ ഒരു ചെറുതിനായിട്ട് ഇതിനെല്ലാം വേറൊരു കോഴിക്കുട്ടീനായിട്ട് പിടിച്ചിട്ട് പോയായിരുന്നു. ഇത് പുതിയ ആൾക്കാരാണ്. നല്ല ചന്തണ്ട് കേട്ടോ കാണാം. നമ്മുടെ കാശിക്കുട്ടനൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ട് കേട്ടോ അതിന്. എല്ലാം രാത്രി മേടിച്ചിട്ട് വന്ന കേട്ടോ മീൻ. അപ്പോൾ കുറച്ച് വറുത്തായിരുന്നു, കുറച്ച് മസാലയൊക്കെ തിരുമ്പി നമ്മൾ ഫ്രിഡ്ജിക്ക് കയറ്റി വെച്ചു കേട്ടോ. അപ്പം നാളെ സൺഡേ അല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് സ്പെഷ്യൽ വേണമല്ലോ. അപ്പം നമ്മൾ മീൻ രാവിലെ നേരത്തെ, അപ്പോൾ എനിക്ക് കൊണ്ടുപോകാനായി, ഇവർക്ക് കഴിക്കാനുമായി. ഏട്ടന് ജോലിയില്ല കേട്ടോ. അപ്പം ഏട്ടനും പിള്ളേരും അമ്മയൊക്കെ ഉണ്ട്. ഞാൻ ജോലിക്ക് പോവുകയും നമ്മൾ കുറച്ച് ദിവസമായി പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടല്ലേ ഉള്ളൂ.
അപ്പോൾ അമ്മയ്ക്ക് വയ്യാതെ നമ്മുടെ ലീവൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ലീവില്ല, ഈ നെക്സ്റ്റ് മന്ത് ആയാലേ ലീവുള്ളൂ. അപ്പം മീനൊക്കെ വറുക്കുക കേട്ടോ. അപ്പം മീൻ മേടിച്ചേക്കുന്നത് സിലോപ്പിയാണ് കേട്ടോ. ഇവിടെ പിള്ളേർക്കായാലും ഏട്ടനായാലും ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആ മീനെ മേടിച്ചത് കണന്ന് ഇളം വെയിലൊക്കെ കൊണ്ട് നല്ല പല്ല് തേപ്പാണ് കേട്ടോ. അപ്പം നമ്മുടെ അമ്മ രാവിലെ നമ്മുടെ വീട്ടിൽ പുളിമരമില്ല, തൊട്ട ബാക്കിലത്തെ തൊടിയിൽ പുളിമരം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അമ്മ ഒഴിവുള്ള സമയത്തൊക്കെ പോയിട്ട് പെറുക്കിയിട്ട് വരും പുളി. അപ്പോൾ അത് ഉണക്കട്ടൊക്കെയാണ്, ഇനി അതിൻ്റെ തൊലിയൊക്കെ കളയണമല്ലോ, ഇനി കുരു എടുക്കണം. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ വഴുതനങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അന്ന് കുറച്ച് പറിച്ചായിരുന്നു, അതിന് ശേഷം വീണ്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പറക്കണം വേണ്ടി നമ്മൾ ചെയ്യാവേ. ജോലിക്ക് പോണതിൻ്റെ തിരക്കിലാണ് കേട്ടോ നമ്മൾ, ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇനി ചോറ് നിറയ്ക്കണം, മേക്കപ്പ് ചെയ്യും. മേക്കപ്പ് എന്ന് പറഞ്ഞ കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഒരു ഐലൈനർ എഴുതും, പിന്നെ ജസ്റ്റ് ഒന്ന് ഫെയർ ലെവൽ ഇട്ടോ. നമ്മൾ കൂടുതലായിട്ടും ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് നിറയ്ക്കാനായിട്ടോ പോയത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പ്രത്യേകിച്ച് രാവിലത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ റവ ഇരിക്കണം, അപ്പോൾ അമ്മ കുറച്ച് കഴിഞ്ഞ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോറ് രാവിലേക്ക് ഉച്ചത്തേക്ക് കൂടി നമ്മൾ ചോറാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മീൻ വറുത്തതും കയ്പ്പയ്ക്ക കറിയായിരുന്നു കേട്ടോ. അപ്പോൾ 2 നേരത്തേക്കുള്ള ഫുഡൊക്കെ ആക്കി. അത് കഴിഞ്ഞ് നേരെ ഞാൻ ഏട്ടനെ കൊത്തി നീപ്പിക്കുന്നിട്ട് പോകാൻ വേണ്ടി ഏട്ടൻ ഫോൺ നോക്കിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പോവുക ഏട്ടാ, ഞാൻ റോട്ടിക്കൊക്കെ സമയമായി എന്നൊക്കെ പറയണ്ട ഏട്ടനോട്. അപ്പോൾ ഏട്ടൻ പുറത്തേക്ക് ഇറങ്ങി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി വെള്ളം ആക്കിയിട്ടില്ല, വെള്ളം കൂടി ആക്കണം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടനും ബൈക്കിലാണ് പോകണത് കേട്ടോ. ഏട്ടനെ റോഡ് വരെ ആക്കുള്ളൂ കേട്ടോ, ഏട്ടനൊന്നും പണിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഏട്ടനും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു ഫാമിലി ഇഷ്ടപ്പെടുന്നവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.